എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും ഒരേപോലെ സംശയമുള്ള ഒരു കാര്യം കൂടിയാണ് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റിൻ്റെ പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. എപ്പോഴും വരുന്നത് ഉണക്കാൻ നേരം ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങില്ല, അതായത് ചൊവ്വുന്നാവുന്ന പറയാം, ലെതറി ആവാന്ന് പറയും. അതിനൊരു കാരണമുണ്ട്. ആപ്പിൾ ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ മധുരത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്, പ്രത്യേകിച്ച് ആപ്പിളിലൊക്കെ. അപ്പോൾ ഈ ആപ്പിൾ സ്ലൈസ് ചെയ്ത് വെറുതെ ഉണക്കാൻ വെക്കുമ്പോൾ ഇത് ഉണങ്ങില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് എങ്ങനെയാണ് ഇത് ക്രിസ്പി ആയിട്ട് ഉണക്കാൻ കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. പ്രീ പ്രോസസ്സിംഗ് ഉണ്ട്, അപ്പോൾ അത് യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഇതിൽ സ്ലൈസ് ചെയ്ത് അതിൻ്റെ പ്രീ പ്രോസസ്സിങ് കാണിച്ചിട്ടാണ് ഇന്ന് ഡ്രൈ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആപ്പിളിനെ എടുത്തിട്ട് സിട്രിക് ആസിഡിലോ അല്ലെങ്കിൽ നാരങ്ങ നീരിലോ നിങ്ങളിത് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ മുക്കിയിടണം. ഇപ്പം ഇത് 6 കിലോ ആണ്. 6 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 ml നാരങ്ങ നീരിൽ ഇത് മുക്കിയിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ഒരു സാധ്യത നമുക്കിത് ഉണങ്ങി വരാൻ ക്രിസ്പി ആയിട്ട്. ആ മുക്കിയിട്ടതിന് ശേഷം നമ്മൾ നേരെ ബ്ലാൻഡ് ചെയ്യാന്ന് പറയും. അതായത് ഇത് ഇലക്ട്രിക് റോസ്റ്ററാണ് സാറാസിൻ്റെ. ഈ റോസ്റ്ററിൽ നമ്മളിനി വെള്ളം ചൂടാക്കിയ ശേഷം ആ ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ ആപ്പിളിനെ ഡിപ്പ് ചെയ്ത് വെക്കും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഡ്രയറിൽ ഉണക്കാൻ കൊണ്ടുപോവുക. ആറ് കിലോ ആണ് ഈ അരിഞ്ഞി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സാറാസിൻ്റെ 20 ട്രേയുടെ ഒരു ഡ്രയർ ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രയറുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രേ സൈസാണ്. ഇത് നോക്കുകയാണെങ്കിൽ 1 മീറ്റർ നീളമുണ്ട്, അതേപോലെ ഒരു 75 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള ഒരു ട്രേ ഉണ്ടെങ്കിലാണ് നമുക്ക് 6 കിലോ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഇടാൻ പറ്റുക. ഹീറ്റ് പമ്പ് ഡ്രയറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1/3 ട്രേ സൈസ് ഉണ്ടാവുള്ളൂ, പക്ഷെ പറയുമ്പോൾ 16 ട്രേ ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ് ഇപ്പോൾ ഒരു 6 കിലോ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതും ഇതേപോലെ 6 കിലോ ആണ് ഒരു ട്രേയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഉണക്കണേൻ്റെ ഒരു കാര്യത്തിലേ എപ്പോഴും ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്തിടാൻ പറ്റണം. അല്ലാതെ നമുക്ക് നിറച്ച് കൂട്ടി ഇട്ടുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈയിങ് പ്രോപ്പർ ആവില്ല. നാരങ്ങ നീരാണ് കുറച്ച് നമ്മൾ ഓൾറെഡി ആപ്പിളിമേ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോസ്റ്ററിൽ വെള്ളം ചൂടാക്കാൻ പോവുകയാണ്. ആ ചൂടായ വെള്ളത്തിൽ ഇത് കുറച്ച് നമ്മൾ ഒഴിക്കുകയും ചെയ്യും, വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ആപ്പിള് നമ്മൾ ബ്ലാൻഡ് ചെയ്യാൻ ഇടാൻ പോവാണ്. ഇവിടെ നേരം ഒന്നും ബ്ലാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് ഇതുപോലെ ബ്ലാൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലാൻഡിങ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഇതിൽ നിന്ന് മാനുവലി നമ്മളിത് എടുക്കാൻ പോവാണ്. ബീട്രൂട്ടാണ് ബ്ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ബീട്രൂട്ടിൻ്റെ ബ്ലാൻഡിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഔട്ട് എടുക്കുകയാണ്. ഇത് ഹീറ്റ് പമ്പ് ഡ്രയറിൻ്റെ ഒരു ട്രേ ആണ്. ഡയറക്റ്റ് നമ്മളിപ്പോൾ ഇത് തിന്നായിട്ടാണല്ലോ സ്ലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ച് ഉണക്കാൻ നേരം ഈ ഷീറ്റായിട്ടും കൂടി അത് ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു ബട്ടർ പേപ്പറുകളുടെ നമ്മളിത് എടുത്തിട്ടുള്ളത്. ഹീറ്റ് പമ്പിൻ്റെ നമ്മൾ ട്രോളിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈയിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹീറ്റ് പമ്പ് ഡ്രയറിലാണ് നമ്മുടെ ഒരു 20 kg ഉണക്കിയിട്ടുള്ളത്. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം 6 കിലോ വെച്ചിട്ടാണ് നമ്മുടെ ഹീറ്റ് പമ്പ് ഡ്രയറിൽ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിത് മേടിച്ച് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഞങ്ങളിത് ഡയറക്റ്റ് പാക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത്, അതായത് പൊടിപ്പിക്കുന്നില്ല. ഡയറക്റ്റ് ഈ ഉണങ്ങിയ ഇതേ കണ്ടീഷനിൽ തന്നെ പാക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിതൊരു ട്രയൽ ചെയ്യാൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി, 1 കിലോ പുട്ടുപൊടിയിൽ ഒരു 60 ഗ്രാം ബീട്രൂട്ടിൻ്റെ പൊടി നിങ്ങൾ ആഡ് ചെയ്താൽ അതൊരു ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടിയായി മാറും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സെറ്റ് ഓഫ് ട്രേസ് ആണ്. നോക്കണമെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ ട്രേസ് ആണ്. ക്യാരറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നല്ലപോലെ, ബീട്രൂട്ടൊക്കെ ക്രിസ്പി ആയിട്ടുണ്ട് നല്ലപോലെ. ഇനി അടുത്തത് ആപ്പിളാണ്. ആപ്പിള് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് ആപ്പിളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു 1.5 ദിവസം 2 ദിവസം നമുക്ക് സമയം എടുത്തിട്ടുണ്ട് ഉണങ്ങി വരാൻ. കണ്ട ഓക്കെ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പാക്കറ്റ് ചെയ്ത് നമ്മളിത് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ക്ലാസ്സിലായിട്ട് എന്താ ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീഹൈഡ്രേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. പഴയ പോലെ നമ്മൾ ആക്കുന്നതാണ്. ഇതിപ്പോൾ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാനുള്ള കാരണം പെട്ടെന്ന് റീഹൈഡ്രേറ്റ് ചെയ്യും.
അതേപോലെ ബീട്രൂട്ടിനൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അരിപ്പൊടി, പുട്ടുപൊടി, ഇപ്പോൾ ഈ പുട്ടുപൊടിയിൽ ഇതൊരു 60 ഗ്രാം പൊടിച്ചിടുകയാണെങ്കിൽ, അതായത് 1 കിലോ പുട്ടുപൊടിയിൽ നമ്മൾ ഈ ബീട്രൂട്ട് ഒരു 60 ഗ്രാം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടിയായി. നിങ്ങൾക്ക് അത് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ തന്നെ ബീട്രൂട്ടിൻ്റെ ഇടിയപ്പം, ബീട്രൂട്ടിൻ്റെ പത്തിരി, അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് കുട്ടികൾക്കൊക്കെ താല്പര്യമാണ് പല നിറങ്ങളിൽ നമുക്ക് ഈ പുട്ടും അപ്പവും ഇടിയപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഈ ക്യാരറ്റിൻ്റെയും അതേപോലെ ബീട്രൂട്ടിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ സപ്പോർട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.